ശ്രീ മാത്രേ നമഃ. എല്ലാ ഈശ്വരവിശ്വാസികൾക്കും ശ്രീചക്ര ആസ്ട്രോ ഗൈഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഏകാദശികളിൽ ഏറ്റവും പ്രധാനമാണ് വൃശ്ചിക മാസത്തിലെ ഗുരുവായൂർ ഏകാദശി. ഒരു വർഷത്തിലെ എല്ലാ ഏകാദശികളും അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഗുരുവായൂരിലെ ഏകാദശി അനുഷ്ഠിക്കുന്നതെന്നാണ് വിശ്വാസം. ഗുരുവായൂരിലെ പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക മാസത്തിലെ ഏകാദശിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിഷ്ഠാദിനം കൂടിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയത് ഏകാദശി ദിവസമാണ് എന്നുകൂടി ഏകാദശി ദിവസത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസവുമുണ്ട്. ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിവസം ഗുരുവായൂരിലെത്തുമെന്നതാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രാധാന്യം. മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായും ജാതകത്തിൽ വ്യാഴം, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവരും സർവൈശ്വര്യമുണ്ടാകുവാനും മോക്ഷപ്രാപ്തിക്കായും ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ദശമി മുതൽ ദ്വാദശി വരെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി ദിവസം ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് ഏകാദശി ദിനത്തിൽ പൂർണ്ണമായും ഉപവസിച്ചു വേണം ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ. ദ്വാദശി ദിവസം രാവിലെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി തുളസിയിലിട്ട തീർത്ഥം സേവിച്ച് വ്രതം പൂർണ്ണമാക്കാവുന്നതാണ്. വ്രതം ഇരിക്കുന്നവർ മനഃശുദ്ധിയോടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. ഏകാദശി ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ 3 ആനകളുടെ അകമ്പടിയോടെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. ഇത് ഏകാദശി ദിവസത്തിലെ ഒരു പ്രധാന ചടങ്ങാണ്. ദ്വാദശി ദിവസം വെളുപ്പിനെ ദ്വാദശി പണം സമർപ്പിക്കൽ എന്ന വിശേഷാൽ ചടങ്ങ് നടത്തപ്പെടുന്നു. ചെമ്പൈ സംഗീതോത്സവം എന്ന വിശ്വപ്രസിദ്ധമായ സംഗീത പരിപാടിയും നടത്തപ്പെടുന്നത് ഏകാദശി കാലത്ത് തന്നെയാണ്. ഗുരുവായൂർ കേശവന് അനുസ്മരണം നടത്തുന്നതും ഈ സമയത്ത് തന്നെ. ഏകാദശിക്ക് 1 മാസം മുമ്പ് തന്നെ ആരംഭിക്കുന്ന ചുറ്റുവിളക്ക് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വിശേഷമാണ്. ദശമി നാളിൽ രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശി നാളിൽ രാവിലെ 9 മണി വരെ പൂജകൾക്കും ദീപാരാധനയ്ക്കുമല്ലാതെ നടയടയ്ക്കുകയില്ല. ശ്രീ ഗുരുവായൂരപ്പൻ എല്ലാ ഭക്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീ മാത്രേ നമഃ.